ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. കേരളത്തിലെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഒരു വിവിധോദ്ദേശ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. ഈ പദ്ധതിയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് അദാനി ഗ്രൂപ്പാണ്. ഇതിൻ്റെ സ്വാഭാവിക ആഴം ഏകദേശം 24 മീറ്ററിൽ കൂടുതലാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ്. ഏതാണ് ആ സർവകലാശാല? ബനാറസ് ഹിന്ദു സർവകലാശാല. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഗാന്ധിജി പങ്കെടുത്ത പരിപാടിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം. മദൻ മോഹൻ മാളവിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത്. മദൻ മോഹൻ മാളവിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത്. നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണം: കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. നിസ്സഹകരണ സമരകാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഇതിൽ കാശി വിദ്യാപീഠം സ്ഥാപിച്ചത് ബാബു ശിവപ്രസാദ് ഗുപ്തയും ഭഗവൻ ദാസും കൂടിയാണ്. ബാബു ശിവപ്രസാദ് ഗുപ്തയും ഭഗവൻ ദാസും കൂടി ചേർന്ന് സ്ഥാപിച്ച വിദ്യാലയമാണ് കാശി വിദ്യാപീഠം. ഗുജറാത്ത് വിദ്യാപീഠം സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗുജറാത്ത് വിദ്യാപീഠം സ്ഥാപിച്ചത് മഹാത്മാഗാന്ധിയാണ്. ജാമിയ മിലിയ വിദ്യാലയം സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിലാണ്. ഇതിൻ്റെ ആസ്ഥാനം അലിഗഡിലാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സാക്കിർ ഹുസൈൻ, MA അൻസാരി എന്നിവർ ചേർന്നാണ് ജാമിയ മിലിയ വിദ്യാകേന്ദ്രം സ്ഥാപിച്ചത്. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപവൽക്കരിച്ചത് ആര്? BR അംബേദ്കർ. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപവൽക്കരിച്ചത് ആര്? അംബേദ്കർ. 1936 ആഗസ്റ്റിലാണ് ഡോക്ടർ BR അംബേദ്കർ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി രൂപീകരിച്ചത്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപവൽകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28-ാം നമ്പർ ആക്ട്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപവൽകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? 2008 28-ാം നമ്പർ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇന്ത്യൻ ഭരണഘടന ഇംഗ്ലീഷിൽ എഴുതിയ വ്യക്തിയാണ് പ്രേം ബിഹാരി നരേൻ റൈസാദ. ഭരണഘടനയുടെ ഹിന്ദിയിലുള്ള കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യ. ഭരണഘടന ഹിന്ദിയിൽ എഴുതി തയ്യാറാക്കിയത് വസന്തകൃഷ്ണ വൈദ്യ. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയിൽ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസാണ്. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയത് നന്ദലാൽ ബോസാണ്. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം ഏതാണ്? സുസ്ഥിരമായ വികസനം. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു സുസ്ഥിരമായ വികസനം. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ നേടിയ റൺസ് 18,426. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ നേടിയ റൺസ് 18,426. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. ഭൂമധ്യ പ്രദേശത്ത് ലഭിക്കുന്ന മഴയെ പറയുന്ന പേര്? സംവഹന വൃഷ്ടി. ഭൂമധ്യ പ്രദേശത്ത് ലഭിക്കുന്ന മഴയാണ് സംവഹന വൃഷ്ടി. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്ക് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്?
മാൻസിനസ് സി, സിംബെലിയസ് എൻ എന്നീ രണ്ട് ഗർത്തങ്ങൾക്കിടയിലാണ് ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. മാൻസിനസ് സി, സിംബെലിയസ് എൻ എന്നീ രണ്ട് ഗർത്തങ്ങൾക്കിടയിലാണ് ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന്? ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. 18ാമത് ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓം ബിർള. 18ാമത് ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണി. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 2ാം സീസണിൽ കിരീടം നേടിയ ടീം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 2ാം സീസണിൽ കിരീടം നേടിയ ടീമാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 126. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 126. ഏത് രാജ്യത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണർ ആണ് ലിൻഡി കാമറൂൺ? ബ്രിട്ടൻ. ഏത് രാജ്യത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ വനിതാ ഹൈക്കമ്മീഷണറാണ് ലിൻഡി കാമറൂൺ? ബ്രിട്ടൻ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മാർക്ക് 1A എന്താണ്? യുദ്ധവിമാനം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മാർക്ക് 1A യുദ്ധവിമാനത്തിൽ പെടുന്നവയാണ്. നാനാ ജഗന്നാഥ് ശങ്കർ സെട്ട് എന്ന് പുനർനാമകരണം ചെയ്തത് ഏത് റെയിൽവേ സ്റ്റേഷൻ ആണ്? മുംബൈ സെൻട്രൽ സ്റ്റേഷൻ. നാനാ ജഗന്നാഥ് ശങ്കർ സെട്ട് എന്ന് പുനർനാമകരണം ചെയ്തത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെയാണ്. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ബിജു മേനോനും വിജയരാഘവനും. 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിജു മേനോൻ, വിജയരാഘവൻ. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ പുനർനിർമ്മിക്കുന്ന കാംഗെ സന്തുറൈ തുറമുഖം ഏത് രാജ്യത്തിലാണ്? ശ്രീലങ്ക. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ പുനർനിർമ്മിക്കുന്ന കാംഗെ സന്തുറൈ തുറമുഖം ഏതു രാജ്യത്തിലാണ്? ശ്രീലങ്ക. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല? പാലക്കാട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് പാലക്കാട്. 31ാമത് എസ് കെ പൊറ്റേക്കാട് സ്മാരക പുരസ്കാരം നേടിയത് ആര്? KP രാമനുണ്ണി. KP രാമനുണ്ണിക്കാണ് 31ാമത് എസ് കെ പൊറ്റേക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത്. മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക, ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും മികച്ച പരിചരണം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള പദ്ധതി ഏത്? ലക്ഷ്യ പദ്ധതിയുടെ ഉദ്ദേശമാണ് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക, ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും മികച്ച പരിചരണം ഉറപ്പാക്കുക. സർവോദയ സമാജം എന്ന പേരിൽ സന്നദ്ധ പ്രവർത്തകരുടെ അഖിലേന്ത്യാ ഫെഡറേഷന് രൂപം നൽകിയത് ആര്? വിനോബ ഭാവെ. സർവോദയ സമാജം എന്ന പേരിൽ സന്നദ്ധ പ്രവർത്തകരുടെ അഖിലേന്ത്യാ ഫെഡറേഷന് രൂപം നൽകിയത് ആര്? വിനോബ ഭാവെ. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുന്നത്? 9ാം പട്ടിക. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ പട്ടികയാണ് 9ാം പട്ടിക. തിരഞ്ഞെടുപ്പുകൾ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 15. ഭാഗം 15ലാണ് തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കമ്മിറ്റി ഏത്? എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. വിവരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷം? 2019. വിവരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷമാണ് 2019. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവന 1 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 2. പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് ഭരണഘടനയുടെ ഭാഗം 2ലാണ്. 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ പൗരത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നു. 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങളാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. വിദേശ പൗരത്വം സ്വമേധയാ നേടുന്നവർ ഇന്ത്യൻ പൗരനായിരിക്കുന്നതല്ലെന്ന് അനുച്ഛേദം 9 പറയുന്നു. ഇന്ത്യയിൽ സമഗ്രമായ പൗരത്വ നിയമം പാസാക്കിയത് 1950ലാണ്. ഇന്ത്യയിലെ പൗരത്വ നിയമം പാസാക്കിയത് 1955ലാണ്.
അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഡി ആണ്. ഇന്ത്യയിൽ സമഗ്രമായ പൗരത്വ നിയമം പാസ്സാക്കിയത് 1950 പറയുന്ന പ്രസ്താവനയാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ഇന്ത്യയിൽ സമഗ്രമായ പൗരത്വ നിയമം പാസ്സാക്കിയത് 1955 സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. ACCയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നത്. ഇതിൽ ACC എന്നാൽ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് ആണ്. ഇതിൽ പ്രധാനമന്ത്രി ചെയർമാനായിട്ട് ആഭ്യന്തര മന്ത്രിയടക്കമുള്ള ഒരു കമ്മിറ്റിയാണ് ACC, അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നു. സ്ത്രീകൾക്ക് ഗാർഹിക പീഡനവും മറ്റ് അതിക്രമങ്ങൾ എന്നിവ പരാതിപ്പെടാനുള്ള മിത്ര ഹെൽപ്പ് ലൈൻ നമ്പർ 181. സ്ത്രീകൾക്ക് ഗാർഹിക പീഡനം, മറ്റ് അതിക്രമങ്ങൾ എന്നിവ പരാതിപ്പെടാനുള്ള മിത്ര ഹെൽപ്പ് ലൈൻ നമ്പറാണ് 181. നിർമ്മാതാക്കളുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ സോഫ്റ്റ്വെയറുകൾ മോഷ്ടിച്ച് മറ്റ് കമ്പ്യൂട്ടറുകളിൽ അനധികൃതമായി കോപ്പി ചെയ്യുന്നത് സോഫ്റ്റ്വെയർ പൈറസി. നിർമ്മാതാക്കളുടെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ സോഫ്റ്റ്വെയർ മോഷ്ടിച്ച് മറ്റ് കമ്പ്യൂട്ടറുകളിൽ അനധികൃതമായി കോപ്പി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ പൈറസി. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.